ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ന്യൂ നമ്പേഴ്സ് ക്ലാസ് 9 പേജ് നമ്പർ 29 വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് 1.5 മീറ്റർ ആൻഡ് വൺ ഓഫ് ദ അതർ സൈഡ്സ് ഈസ് ഹാഫ് മീറ്റർ. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു എ സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം അല്ലേ, ഏറ്റവും വലിയ സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അത് 1.5 മീറ്ററാണ് തന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡുകൾ ചെറിയ രണ്ട് സൈഡാണല്ലോ, ബേസും ഓൾട്ടിറ്റ്യൂഡും. അതിലൊരു സൈഡ് ഹാഫ് മീറ്ററിന് തന്നിട്ടുണ്ട്. അത് ബേസാണോ ഓൾട്ടിറ്റ്യൂഡാണോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ളതായിട്ട് എടുക്കാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ സൈഡും കൂടെ കിട്ടിയാലേ നമുക്ക് അതിൻ്റെ പെരിമീറ്റർ കാണാൻ പറ്റും അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുറ്റുമുള്ള അളവുകളാണ് അല്ലേ. ചുറ്റുമുള്ള അളവുകൾ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെരിമീറ്റർ. അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് തേർഡ് സൈഡ് കിട്ടണം. ഇപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അറിയാം, ഒരു സൈഡും കൂടെ അറിയാം, പക്ഷെ മറ്റേ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ പെരിമീറ്റർ കാണണം. ഇനി കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു എ സെൻറ്റിമീറ്റർ. അതായത് ഇത് രണ്ടും തന്നിരിക്കുന്നത് മീറ്ററിലാണ്. നമുക്കത് എന്തിലാണ് കാണേണ്ടത്? സെൻറ്റിമീറ്ററിലും കൂടെ കണ്ടുപിടിക്കണം. ലാസ്റ്റ് ആൻസർ നമുക്ക് മീറ്ററിൽ കിട്ടിയിട്ട് അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഇതിലെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് വരിക, അതായത് ഈ വലിയ സൈഡ്. അതാണ് എന്ത്? 1.5 മീറ്റർ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഒരു സൈഡ് തന്നിട്ടുണ്ട് ഹാഫ്. നമുക്ക് ഇതോ എന്ന് എടുക്കാം, കാരണം വൺ ഓഫ് ദ അതർ സൈഡ്സ് ഈസ്ന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ബേസ് ഓൾട്ടിറ്റ്യൂഡ് അങ്ങനെ സെപ്പറേറ്റ് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഞാൻ തൽക്കാലം ഈ ബേസിന് ഹാഫ് മീറ്റർ എന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് ഹാഫ് മീറ്റർ എടുത്താലും കുഴപ്പമൊന്നുമില്ല, സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിന് നമുക്ക് വേറെ പേര് കൊടുക്കാം, എ ബി സി. ഇതിൽ നമുക്ക് എ ബി എന്ന് പറയുന്ന സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇക്വേഷൻസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എച്ച് കാണാനായിട്ട് √(b² + a² എന്ന് അല്ലേ. അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എച്ച് ആണ് കാണേണ്ടതെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ബേസ് ആണ് കാണേണ്ടതെങ്കിലോ √(h² - a². ഇനി ഓൾട്ടിറ്റ്യൂഡാണ് കാണേണ്ടതെങ്കിലോ √(h² - b². ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ട്രയാങ്കിളിലെ ഏറ്റവും വലിയ സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാക്കി രണ്ട് ചെറിയ സൈഡുകൾ നമ്മൾ അതിൻ്റെ സ്ക്വയറുകൾ ആഡ് ചെയ്ത് റൂട്ട് കണ്ടാൽ മതി. ഇനി ചെറിയ സൈഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കാണേണ്ടതെങ്കിൽ അത് നമ്മൾ ഹൈപ്പോട്ടന്യൂസിന് മറ്റേ സൈഡുകൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് മറ്റേ സൈഡിൻ്റെ സ്ക്വയർ കുറച്ചിട്ട് റൂട്ട് കണ്ടാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഞാൻ ഓൾട്ടിറ്റ്യൂഡാണ് അല്ലേ, ഈ സൈഡ് എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിരിക്കുന്നത് 1.5 മീറ്റർ എന്നാണ് അല്ലേ. ഇവിടുത്തെ ബേസ് നമുക്ക് ഹാഫ് മീറ്റർ എന്നുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a = √(h² എന്ന് പറഞ്ഞാൽ എന്താ? 1.5യുടെ സ്ക്വയർ അല്ലേ, മൈനസ് ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹാഫിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യണേക്കാൾ മുമ്പ് ഈ 1.5നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് അല്ലേ. ഇതിനെ നമുക്ക് എന്ത് ഫ്രാക്ഷനിലേക്ക് മാറ്റാം? ഈ 1.5 എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷനാണ്. ഇതിനെ നമുക്ക് എന്ത് ഫ്രാക്ഷനിലേക്ക് മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അതായത് ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്ന രീതിയിലേക്ക് മാറ്റാം. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് മാറ്റുക. ഈ 2 × 1 ചെയ്യാം, അപ്പോൾ 2 കിട്ടും. ആ ആൻസറിൻ്റെ കൂടി മുകളിലത്തെ 1 ആഡ് ചെയ്യുക, അപ്പോൾ 3 ആയി അല്ലേ. 3 അതേ ഡിനോമിനേറ്റർ, ഇവിടുത്തെ ഡിനോമിനേറ്റർ 2 അല്ലേ, അതേ ഡിനോമിനേറ്റർ ഇടാം. ഒന്നുകൂടിയും പറയാം, 2 × 1 ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, ആ ആൻസർ അപ്പോൾ 2 അല്ലേ, പ്ലസ് ഇത് 1, അപ്പോൾ 3 കിട്ടും /2. 2 എന്ന് പറയുന്നത് ഇത് ഏതാണോ ഡിനോമിനേറ്റർ അത് തന്നെ സെയിം വരും. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി.
അപ്പോൾ ഞാനത് ഇവിടെ ഈ 1.5ക്ക് പകരം ഞാൻ 3/2 കൊടുക്കാം. നമുക്ക് ചെയ്യാൻ അതാണ് ഈസി. അപ്പോൾ A is equal to root of 1.5 നമ്മൾ 3/2 ആക്കിയല്ലോ. അപ്പോൾ 3/2 ഇടുക, സ്ക്വയർ ഇടാം, മൈനസ് 1/2ൻ്റെ സ്ക്വയർ. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A is equal to 3/2ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 3/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. 3/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക, അടിയത്തെ നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക, അത്രയേ ഉള്ളൂ. 3യുടെ സ്ക്വയർ 9, 9/2ൻ്റെ സ്ക്വയർ 4. അതായത് ഈ സ്ക്വയർ രണ്ടാൾക്കും ഉള്ളതാണ്, ഡിനോമിനേറ്ററിനും ന്യൂമറേറ്ററിനും ഉള്ളതാണ്. അപ്പോൾ 3യുടെ സ്ക്വയർ 9 എഴുതി, 2ൻ്റെ സ്ക്വയർ 4 എഴുതി. അപ്പോൾ A is equal to root of നമുക്ക് എന്ത് കിട്ടും? 9/4 മൈനസ്, ഇനി 1.5യുടെ സ്ക്വയർ എത്രയാണ്? സോറി, 1.5 അരയുടെ സ്ക്വയർ എത്രയാണ്? ഇത് അരയുടെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 1/4 എന്ന് കിട്ടും. ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്? ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ മുകളിലത്തെ മാത്രം നമ്പേഴ്സ് നമുക്ക് ഇവിടെ മൈനസ് ആണ്. അപ്പോൾ 9 ഡയറക്റ്റ് നമുക്ക് 1 മൈനസ് ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററുകൾ ഇവിടെ സെയിം ആണ്. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. 9 1 മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ചെയ്യണം അല്ലേ? ഇവിടെ ഡിനോമിനേറ്റർ ഓൾറെഡി സെയിം ആണ്. അതുകൊണ്ട് 9 - 1 എത്രയാണ്? 8. 8/4. പിന്നെ റൂട്ടും ഉണ്ട് അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8/4 എത്രയാണ്? 8/4 എന്ന് പറയുന്നത് 2 ആണല്ലേ? അപ്പോൾ √2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ A is equal to നിങ്ങൾക്ക് എന്ത് കിട്ടി? √2. അതായത് ഈ ലെങ്ത്ത് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് എന്ത് കിട്ടി? √2 എന്ന് കിട്ടി. സൈഡ് AB അതാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ്, അത് √2 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ പെരിമീറ്റർ ആണ് അല്ലേ? പെരിമീറ്റർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? പെരിമീറ്റർ കാണാനായിട്ട് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ കാണാനായിട്ട് നമ്മൾ ഇത് 3ഉം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? 3 സൈഡുകളും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 സൈഡ് എന്ന് പറയുന്നത് ഒന്ന് 3/2 അല്ലേ? ഞാൻ ഈ 1.5 3/2 എന്നാണ് എഴുതുന്നത്, കാരണം നമ്മളിവിടെ 1.5 എന്താക്കിയിട്ടുണ്ട്? 3/2, അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പ്ലസ്, ഇനി എന്താണത്? ഈ സൈഡ് ഹാഫ് പ്ലസ്, പിന്നെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സൈഡ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, അതായത് 3 സൈഡും ആഡ് ചെയ്ത് ഇതിൻ്റെ ചുറ്റുമുള്ള അളവിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പെരിമീറ്റർ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ നമ്പറിന് അവിടെ നിൽക്കട്ടെ, ബാക്കി ഈ 2 നമ്പേഴ്സ് നമുക്ക് ചെയ്യാം. കാരണം ഇതിന് രണ്ടിനും എന്താണ്? ഇത് ഫ്രാക്ഷനിലാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മുകളിലത്തെ തമ്മിൽ ആഡ് ചെയ്യാം. 3ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 4/2 പ്ലസ് പിന്നെ ഈ √2 ഉണ്ട് അല്ലേ? ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താ? 4/2 2 അല്ലേ? അപ്പോൾ 2 പ്ലസ് ദിസ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് √2 എന്ന് വരും. ഓക്കെ, 2 പ്ലസ് √2. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ 2 പ്ലസ് √2നൊരു വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് √2ൻ്റെ വാല്യൂ? ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ക്ലാസ്സിൽ അത് ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, √2ൻ്റെയും √3യുടെയും വാല്യൂ. കാരണം നമുക്കിതിൽ √2 √3യുടെ വാല്യൂസാണ് കൂടുതലായിട്ട് പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ √2ൻ്റെ വാല്യൂ 1.414 ആണ്. ഓക്കെ, അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണാണ്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ √3യുടെ വാല്യൂ ഇവിടെ ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ് 1.732 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ √2ൻ്റെ വാല്യൂ നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ √2ൻ്റെ വാല്യൂ, ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് 2 പ്ലസ് 1.414. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യുക അല്ലേ? സോറി, 2 പ്ലസ് 1.414 എങ്ങനെയാണ് ചെയ്യാൻ? നമ്മൾ ഒന്നുമില്ല, 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യാൻ വേണ്ടു. ബാക്കി പോയിൻ്റ്, ഇവിടെ പോയിൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം വേറെ ഇവിടെ ഒന്നും വരില്ല. അതായത് 2.000 ഇവിടുത്തെ 1.414 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ചേഞ്ച് ഒന്നും വരില്ല, ഇവിടെ 3 ആവും. അതായത് 3.414 എന്ന് ആൻസർ കിട്ടും. ഇത് ഇത്രയും മീറ്ററാണ് നമ്മുടെ പെരിമീറ്റർ കിട്ടുക. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ഇതിനെ സെൻറ്റിമീറ്ററിൽ കണ്ടുപിടിക്കാനാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ 3.414നെ ഇൻറ്റു 100 ചെയ്യാം. ഇൻറ്റു 100 ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ 100ൽ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കാം. 2 0. അപ്പോൾ അത് ഇൻറ്റു അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ പോയിൻ്റ്, ഇവിടെ ഓൾറെഡി ഉള്ള പോയിൻറ്റിനെ റൈറ്റിലേക്ക് ഇവിടെ എത്ര സീറോ ഉണ്ടോ അത്ര പൊസിഷൻ നീക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ
3.414 ആണ്. അതിൽ ഇവിടെയാണ് പോയിന്റ് കിടന്നിരുന്നത്. അത് 2 നമ്പർ നീങ്ങിയിട്ട് ഇവിടേക്ക് മാറും, റൈറ്റിലേക്ക് 2 നമ്പർ മാറും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി മാറും? 341.4. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പോയിന്റ് നീക്കുന്നത്? അതായത് ഇവിടെയായിരുന്നു 3 പോയിന്റിലായിരുന്നു അല്ലേ? അപ്പോൾ 2 സീറോ റൈറ്റിലേക്ക്, 2 സീറോ ഉള്ള കാരണം റൈറ്റിലേക്ക് 2 സ്ഥാനം നീക്കണം പോയിന്റിന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? റൈറ്റിലേക്ക് 2 സ്ഥാനം നീക്കുമ്പോൾ ഈ 4ഉം കഴിഞ്ഞ് ഈ 1ൻ്റെ അവിടെ വരും, ഈ 1ൻ്റെ ഇപ്പുറത്ത്. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്ററിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടുക. ഇത് മീറ്ററിലുള്ള ആൻസർ, ഇത് സെൻറ്റിമീറ്ററിലുള്ള ആൻസർ. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് പേജ് നമ്പർ 29-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതായത് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഈ മുഴുവനായിട്ടുള്ള ട്രയാങ്കിളാണ് കേട്ടോ പറയണേ. ABC. അതിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല നിങ്ങളുടെ ടെക്സ്റ്റിൽ, നമുക്കൊരു പേര് കൊടുക്കാം, ABC. ആ മുഴുവൻ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി കട്ട് ഇൻ ടു 2 ട്രയാങ്കിൾസ്. അതിനെ 2 കഷ്ണാക്കി മാറ്റിയിട്ടുണ്ട്. നടുക്കി കൂടെ നിങ്ങൾക്ക് കാണാമല്ലോ പിക്ചറിൽ. along a line through the മിഡിൽ കൂടെ ഒരു ലൈൻ വരച്ച് അതിനെ 2 ഈക്വൽ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പെരിമീറ്റർ കാണണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ഇറ്റ്സ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ. നമ്മൾ കണ്ടുപിടിച്ച ഈ കുഞ്ഞു കഷ്ണത്തിൻ്റെ ഏതെങ്കിലും ഒരു കഷ്ണം, ഇതോ അതിൻ്റെ പെരിമീറ്റർ ഈ വലിയ മൊത്തം ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൽ നിന്നും എത്ര കുറവാണെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഈ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാളും എത്ര കുറവാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൽ നിന്ന് ആ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ആ സ്റ്റെപ്സൊക്കെ നമുക്കറിയാം. അത് എങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇവർ പറഞ്ഞിട്ടുണ്ട് ഇത് 2 കുഞ്ഞ് ട്രയാങ്കിളാക്കി മാറ്റിയെന്ന്. അതിലൊരു കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ആണ് എന്ത് നമുക്ക് കാണേണ്ടത്? പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്ററാണ്, ഇത് 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ മൊത്തം ലെങ്ത്ത് എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. സെൻറ്റിമീറ്റർ അല്ല, മീറ്ററിലാണ് തന്നിരിക്കുന്നത്. 2 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ കഷ്ണവും 1 മീറ്റർ വീതമായിരിക്കില്ലേ? ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ അല്ലേ? ഇനി നമുക്ക് ഇതിലെ ഈ കുഞ്ഞൊരു കഷ്ണം മാത്രം എടുത്തൊന്ന് വരയ്ക്കാം. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു കുഞ്ഞ് ഒരു ഭാഗത്തിൻ്റെ, അതായത് ഈ ഒരു കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനാണ്. അപ്പോൾ നമുക്കത് വരയ്ക്കുമ്പോൾ നോക്കി, ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗം മാത്രം ഞാനിവിടേക്ക് എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മീറ്റർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് 1 മീറ്റർ എന്നും അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 2 മീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസാണ് അല്ലേ? ഈ 1 മീറ്റർ അതിൻ്റെ ബേസാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ 3 സൈഡും ആഡ് ചെയ്താൽ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടില്ലേ? അതല്ലേ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്കറിയാം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്യാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എത്രയാണ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ 2 ആണല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 2ഉം ബേസ് 1 മീറ്ററും ആണ്. ഇത് ഈ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കുറേ പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിതിപ്പോൾ പരിചയമുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം എച്ച് ഇതാണ് ബി ഇതാണെന്ന് പറയാത്തത്. അതായത് എച്ച് നമുക്ക് ഞാൻ പറഞ്ഞു ഹൈപ്പോട്ടന്യൂസാണ്, ബേസ് എന്ന് പറയുന്നത് അടിയിൽ വരുന്ന ഭാഗം. അപ്പോൾ ഇവിടെ എച്ച് സ്ക്വയറിന് നമ്മൾ എന്ത് കൊടുക്കണം? 2 അല്ലേ? 2ൻ്റെ സ്ക്വയർ മൈനസ് ബേസ് 1 അല്ലേ? അപ്പോൾ 1ൻ്റെ സ്ക്വയർ. ഇതെന്ത് കിട്ടും? എ is equal to റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇത് റൂട്ട് 3 എന്ന് കിട്ടും അല്ലേ? 4 എന്ന് 1 മൈനസ് ചെയ്താൽ 3, റൂട്ട് 3. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് എന്ത് കിട്ടി? റൂട്ട് 3 എന്ന് കിട്ടി. ഇനി നമുക്കിതിൻ്റെ എന്താ കാണണ്ടേ? പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം പെരിമീറ്റർ കാണാൻ എന്താ ചെയ്യുക? നമ്മൾ ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾ
പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾ എന്ത് വരും? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ പോരെ? ഈ മൂന്ന് സൈഡുകൾ കുഞ്ഞേൻ്റെ ആണ് കേട്ടോ പറയുന്നത്, ഈ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ √3 പ്ലസ് പിന്നെ ഇവിടെ 2 ആണല്ലേ, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ 2 + 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 3 കിട്ടും, പ്ലസ് ഈ √3 അങ്ങനെ തന്നെ ഇടാം. ഇനി ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് √3യുടെ വാല്യൂ നിങ്ങൾ പഠിക്കണമെന്ന്. അപ്പോൾ 3 പ്ലസ് ഈ √3യുടെ വാല്യൂ എന്താ? √3യുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? 1.732 ആണ് അല്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1.732. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3യുടെ കൂടെ ഇത് ആഡ് ചെയ്യുമ്പോൾ 4.732 എന്ന് കിട്ടും. അത്രയും എന്താണ്? മീറ്റർ. ഇതൊക്കെ മീറ്ററാണ് അല്ലേ? അപ്പോൾ അത്രയും മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ എന്ത് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇത് വലിയ ട്രയാങ്കിളുടെ പെരിമീറ്ററിൻ്റെ എത്ര കുറവാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC, അതാണല്ലോ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന പേര്, ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. അത് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? എന്താണ്? = 2 + 2 + 2 അല്ലേ? ഈ മൂന്ന് സൈഡും ആഡ് ചെയ്തത്, അതായത് AB + BC + AC. അപ്പോൾ എന്ത് കിട്ടും? അത് 6 മീറ്റർ എന്ന് കിട്ടും. ഇനി ഇതിനേക്കാളും എത്ര കുറവാണിത്? അതായത് ഈ വലിയ ട്രയാങ്കിളിൽ നിന്ന് ഈ കുഞ്ഞ് ട്രയാങ്കിൾ മൈനസ് ചെയ്താൽ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ മൈനസ് ചെയ്താൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് കണ്ടാൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 6ൽ നിന്ന് നമ്മൾ ഈ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ 4.732 മൈനസ് ചെയ്യാം. അപ്പോൾ ബോറോ ചെയ്യണം അല്ലേ? നിങ്ങൾ ഒരിക്കലും 2 എഴുതരുത്. ബോറോ ചെയ്ത് മൈനസ് ചെയ്യാനൊക്കെ അറിയില്ലേ നിങ്ങൾക്ക്? അതുപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണ് ബോറോ ചെയ്ത് 5 ആവും, ഇത് 10 ആവും, ഇത് 10 ആവും, ഇത് 10 ആവും, ലാസ്റ്റ് ഇത് 10, ഇത് രണ്ടും 9 ആവും. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ മൈനസ് ചെയ്യാനൊന്നും സ്റ്റെപ്പുകളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ 8 വരും, ഇവിടെ 6 വരും, ഇവിടെ 2 വരും, ഇവിടെ 1 വരും. അപ്പോൾ നമുക്ക് 1.268 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 1.268 മീറ്റർ എന്ന് കിട്ടും അല്ലേ? മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ കുഞ്ഞ് ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിൻ്റെ എത്ര കുറവുണ്ട്? 1.268 കുറവാണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്കതിനിവിടെ വേർഡ്സിൽ എഴുതാം. എങ്ങനെയാണ് വേർഡ്സിൽ എഴുതാം? പെരിമീറ്റർ of the small triangle is 1.268 meter less than the perimeter of the large triangle ABC. ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC, വലിയ ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്ററിനേക്കാളും ഇത്ര കുറവാണ് അല്ലേ? ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ.